എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആനന്ദഭൈരവി രാഗത്തിലുള്ള ഒരു സ്വരജതി നോക്കാം. ആനന്ദഭൈരവി ഒരു ജന്യരാഗമാണ്. 20ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജന്യരാഗമാണ് ആനന്ദഭൈരവി. ആനന്ദഭൈരവി ഒരു ഭാഷാംഗ രാഗം കൂടിയാണ്. ഭാഷാംഗം എന്ന് പറഞ്ഞാൽ മദർ രാഗത്തിൻ്റെ, അതായത് പേരൻ്റ് രാഗത്തിൻ്റെ സ്വരങ്ങൾ അല്ലാതെ ഉള്ള സ്വരങ്ങൾ വരുന്നത്, അതായത് അന്യസ്വരങ്ങൾ വരുന്ന രാഗങ്ങളെ ഭാഷാംഗ രാഗങ്ങൾ എന്ന് പറയും. അപ്പം ജന്യരാഗങ്ങളുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ഭാഷാംഗം എന്ന് പറയുന്നത്. അപ്പം മദർ രാഗത്തിൻ്റെ അതേ സെയിം സ്വരങ്ങൾ മാത്രം വരുന്ന രാഗങ്ങളെ ഉപാംഗ രാഗങ്ങൾ എന്ന് പറയും. ഭാഷാംഗ രാഗമാണ് ഈ ആനന്ദഭൈരവി. പിന്നെ ആനന്ദഭൈരവി ഒരു വക്ര സമ്പൂർണ്ണ രാഗമാണ്. ആരോഹണത്തിൽ വക്ര സമ്പൂർണ്ണമായിട്ടും അവരോഹണത്തിൽ ക്രമ സമ്പൂർണ്ണമായിട്ടും വരുന്ന രാഗമാണ് ആനന്ദഭൈരവി. നമുക്ക് ആനന്ദഭൈരവിയുടെ ആരോഹണം അവരോഹണം നോക്കാം. സഗരി ഗമ പദ സ സനി ദ പ മ ഗരി സ. നടഭൈരവിക്ക് ശുദ്ധ ദൈവതമാണ് വരുന്നത് ആനന്ദഭൈരവിയുടെ മദർ രാഗത്തിൽ. പക്ഷെ ആനന്ദഭൈരവിയിൽ ചതുശ്രുതി ദൈവതമാണ് ആരോഹണത്തിലും അവരോഹണത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കോമ്പോസിഷൻസിൽ രണ്ടും വരുന്നുണ്ട്. ശുദ്ധ ദൈവതവും ചതുശ്രുതി ദൈവതവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരജതിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പല്ലവി, അനുപല്ലവി, ചരണങ്ങൾ എന്നിവയാണ്. അപ്പം പിന്നെ അതുകൂടാതെ സ്വരവും സാഹിത്യവും ചേർന്നതാണ് സ്വരജതി. ജതിസ്വരം എന്ന് പറയുന്നത് സ്വരം മാത്രമുള്ളതാണ്, അതിൽ സാഹിത്യം വരുന്നില്ല. സ്വരജതിയിൽ സാഹിത്യം, സ്വരത്തിന് അധിഷ്ഠിതമായിട്ടുള്ള, സ്വരം ബേസ്ഡ് ആയിട്ടുള്ള സാഹിത്യവും നമുക്ക് കാണാൻ സാധിക്കും സ്വരജതിയിൽ. പല്ലവി നോക്കാം. പ പ മ ഗ മ പ മ പ മ ഗരി ഗ മ ഗരി സ നി സ സ സ രി നി സ ഗരി ഗ മ പദ മ പ മ ഗരി ഗ മ. ഇതിൻ്റെ താളം വരുന്നത് ആദ്യ താളം രണ്ട് കള എന്ന് പറഞ്ഞാൽ ഡബിൾ ബീറ്റ് വരുന്നതാണ്. രണ്ട് കള. ഒന്നുകൂടി നോക്കാം. പല്ലവി പ പ മ ഗ മ പ മ പ മ ഗരി ഗ മ ഗരി സ നി സ സ സ രി നി സ ഗരി ഗ മ പദ മ പ മ ഗരി ഗ മ. ഇതാണ് പല്ലവിയുടെ സ്വരം വരുന്നത്. അടുത്തത് അനുപല്ലവി നോക്കാം. പ പ മ പ സ സ നി സ മ ഗ രി സ നി സ പ സ സ നി ധ പ മ ഗ മ പ മ ഗരി ഗ മ. ഒന്നുകൂടി നോക്കാം. അനുപല്ലവി പ പ മ പ സ സ നി സ മ ഗ രി സ നി സ പ സ സ നി ധ പ മ ഗ മ പ മ ഗരി ഗ മ പ പ മ ഗ മ പ മ. അപ്പം പല്ലവി പാടിക്കഴിഞ്ഞിട്ട് അനുപല്ലവി പാടി വീണ്ടും പല്ലവി റിപ്പീറ്റ് ചെയ്യും. പല്ലവി ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യും. അടുത്തത് ചരണം നോക്കാം. രണ്ട് ചരണങ്ങളാണ് ഇതിനകത്തുള്ളത്. പ പ ധ പ മ ഗ മ മ പ മ ഗരി ഗ
സഗരി സ മഗരി സനി സഗരി സ പമഗരി നി സ ഗരി മഗ പമ പദ പ മഗമ. ഇതാണ് ഫസ്റ്റ് ചരണം വരുന്നത്. ഒന്നുകൂടെ നോക്കാം. പാപ ധപ മഗ മാമ പമഗരി ഗ മഗരി സനി സഗരി സ മഗരി സനി സഗരി സ പമഗരി നി സഗരി മഗ പമ പദ പ മഗമ പമഗമ പമഗരി ഗ മഗരി സനി സ സരി നി സഗരി ഗ മ പദ മ പമ ഗരി ഗമ. അപ്പോൾ ഫസ്റ്റ് ചരണം പാടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പല്ലവി റിപ്പീറ്റ് ചെയ്തു. അടുത്ത ചരണം പാദ പമഗ മാമ മാ പമഗരി ഗ മ പമഗരി സനി സമഗരി സ മ പമഗമ പസാനി ധപ മ പമഗരി സനി സഗരി ഗമ. ഒന്നുകൂടെ. പാദ പമഗ മാമ മാ പമഗരി ഗ മ പമഗരി സനി സമഗരി സ മ പമഗമ പസാനി ധപ മ പമഗരി സനി സഗരി ഗമ പ. വീണ്ടും പല്ലവിയിലേക്ക് നമുക്കിതിൻ്റെ സാഹിത്യം കൂടി നോക്കാം. പമഗമ പമഗരി ഗ മഗരി സനി. ഒരു താളവട്ടത്തിൻ്റെ സാഹിത്യം നോക്കാം. രാവേമോ മഗു വീണഭൂതഗ. ഒരു താളവട്ടമായി. അടുത്ത താളവട്ടത്തിലെ സ്വരം സാ സരി നി സഗരി ഗ മ പദ മ പമ ഗരി ഗമ. വേടുകനു കരുണ നേടുവക പുലുക തോടു കൊന്നി. ഇതാണ് പല്ലവിയുടെ സാഹിത്യം വരുന്നത്. ടോട്ടലായിട്ട് പാടി നോക്കാം. രാവേമോ മഗു വീണഭൂതഗ വേടുകനു കരുണ നേടുവക പുലുക തോടു കൊന്നി. അങ്ങനെ പല്ലവി പാ പാ മ പാ സാ സനി സാ മ ഗ രി സനി സാ വേ ഗ മു ഗ ജ നി നാ വി ഭൂ കനു ഗോ നി പ സാ സ നി ധ പ മ ഗ മ പ മ ഗ രി ഗ
താളവട്ടത്തിൻ്റെ സാഹിത്യം. ഈ പല്ലവി സാഹിത്യം പാടും. അടുത്ത ചരണത്തിൻ്റെ സാഹിത്യം നോക്കാം. പാപ ദപ മഗ മാമ പമഗരി ആമരിനി ബഗലേമോ ചെലുന ഗ്രി ഗ ഗ മഗരി സനി സഗരി സമഗരി സനി കേമോ ഖനമുഗദോ ചിനനു മരജനടനെ സഗരി സ പമഗരി നി സ ഗരി മഗ പമ പദ പ മഗമ ചിനനു മരജനടനെ മനുകൊനിയദനി ഗമനം പുനന്തു നേമിതോ ചകനുനും ദിഗത. നമുക്ക് ടോട്ടലായിട്ട് പാടി നോക്കാം. ആമനിനി ബഗലേമോ ചെലുനകേമോ ഘനമുഗദോ ചിനനു മരജനടനെ മനുകൊനിയദനിക മനം ബുനന്തുനെ മിതോ ചകനുനും ദിഗതരാവേ. പല്ലവിയിലേക്ക് വീണ്ടും പോകും. അടുത്തത് സെക്കൻഡ് ചരണം, ലാസ്റ്റ് ചരണം. പാദ പമഗ മാമ മാ പമഗരി ഗ ഗ മ പമഗരി സനി ശ്രീ കരുഡഗു ശോഭ നാദ്രി വിഭുഡു നേട ചെലിംഗല സെനട. അടുത്ത സ്വരം വരുന്നത് സമാഗരി സമപമഗമ പസാനി ദപ മപമഗരി സനി സഗരി ഗമ നനുംഗലു വനരാജു കല നദേചു നട ഉപായമുന ദൽപിതോടു കൊന്നി. ഒന്നുകൂടി പാടി നോക്കാം. ലാസ്റ്റ് ചരണം. ശ്രീ കരുഡഗു ശോഭ നാദ്രി വിഭുഡു നേട ചെലിംഗല സെനട നനുംഗലു വനരാജു കല നദേചു നട ഉപായമുന ദൽപിതോടു കൊനിരാവേ മോ മഗു വീനവു തഗ വേദു കഴനു കരുണനേടുവക കുലുക തോടു കൊനി രാവേ. ഇത്രയുമാണ് ഈ സ്വരജിതിയുടെ സ്വരവും സാഹിത്യവും. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.